സാത്താനാണ് ഒന്നാമത്തെ ശത്രു. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശുവിൻ്റെ ആ ശൈശവ പ്രായത്തിൽ തന്നെ യേശുവിനെ കൊന്നുകളയാൻ എന്തെല്ലാം നിഗൂഢമായ പദ്ധതികളാണ് സാത്താൻ ഉണ്ടാക്കിയത്. യേശുവിനെ കിട്ടാഞ്ഞിട്ട് 2 വയസ്സിന് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെല്ലാം ഹെരോദ രാജാവ് പടയാളികളെ അയച്ച് കൊന്നുകളഞ്ഞു. ആ കൂട്ടത്തിൽ യേശുവും പെടാമായിരുന്നു. അവിടെയെല്ലാം ദൈവം അത്ഭുതകരമായി ശിശുവായിരിക്കുന്ന യേശുവിനെ പരിപാലിച്ചു. മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുവിനെ പ്രലോഭിപ്പിച്ച് പരാജയപ്പെടുത്തി കളയുവാൻ സാത്താൻ ശ്രമിച്ചു. അവൻ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്: ഈ കാണുന്ന എല്ലാത്തിൻ്റെയും മഹത്വം എൻ്റെ കയ്യിലാണ്. ഞാൻ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ദൈവപുത്രനായ നിനക്ക് തരാം. ഒറ്റ കാര്യം മാത്രം നീ ചെയ്താൽ മതി. നീ എന്നെ വീണ് നമസ്കരിക്കണം. ആ ഒരൊറ്റ കാര്യം മാത്രം. യേശുവിനോട് സാത്താൻ പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം എന്താണ്? നീ പാവങ്ങളൊക്കെ ചുമന്ന് കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഈ കുരിശും വഹിച്ച് അടികളേറ്റ് നീ കുരിശിലൊന്നും മരിക്കേണ്ട ആവശ്യമില്ല. ഈ പങ്കപ്പാടൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല. നീ എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി. ഒരു പ്രാവശ്യം നീ എന്നെ ആരാധിച്ചാൽ മതി. ഞാൻ തരാം. ഇതെല്ലാം നിനക്ക് തരാം. ആദാമിന്റെ ഹവ്വയുടെയും കയ്യിൽ നിന്നും തന്ത്രപൂർവം ഞാൻ അപഹരിച്ചെടുത്ത ആ മഹത്വം ഞാൻ തിരിച്ചു തരാം. നീ എന്നെ ആരാധിച്ചാൽ മതി. നമ്മളോടാണ് ഇങ്ങനൊരു ചോദ്യം സാത്താൻ ചോദിക്കുന്നെങ്കിൽ നമ്മളെല്ലാവരും ചിലപ്പോൾ വഴങ്ങിക്കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇല്ലേ? മരിക്കേണ്ട ആവശ്യമില്ല. ഈ പങ്കപ്പാടുകൾ അടികളൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വീണ് ആരും അറിയാൻ പോകുന്നില്ല. അല്ലേ? നമ്മുടെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും എവിടെയൊക്കെയോ പിശാചിന് മുമ്പിൽ നമ്മൾ വീണു പോകുന്നുണ്ട്. പക്ഷെ യേശു സാത്താനോട് എതിർത്തുന്നു. സാത്താൻ, എന്നെ വിട്ടുപോ. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, നമസ്കരിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. സാത്താൻ ഉടനെ അവനെ വിട്ടുപോയി. യേശുവിന്റെ ക്രൂശ് മരണത്തിൽ, അല്ലേ, ക്രൂശ് മരണത്തിന്റെ തൊട്ട് പടിവാതിക്കലെത്തിയപ്പോൾ ഗതസമന തോട്ടത്തിൽ വെച്ച് യേശു പ്രാർത്ഥിക്കുകയാണ്: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കണമേ. എന്നിട്ട് ഉടനെ യേശു തിരുത്തി. അപ്പോൾ യേശുവിന്റെ മരണം വരെ ഈ സാത്താൻ യേശുവിനെ എങ്ങനെയെങ്കിലും ഒക്കെ തകർക്കാൻ, പരാജയപ്പെടുത്തുവാൻ വേണ്ടി ശത്രുവായിരിക്കുന്ന സാത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു സ്ഥലത്തും നമ്മുടെ കർത്താവ് പരാജയപ്പെട്ടില്ല. യേശു ജയിച്ചു, സാത്താനെ പരാജയപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ആ സാത്താൻ ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ഈ വലുയാത്രയിലൂടെ സഞ്ചരിക്കുമ്പോൾ യേശുവിനെ പ്രലോഭിപ്പിച്ചതുപോലെ, യേശുവിനെ പരീക്ഷിച്ചതുപോലെ, യേശുവിനെ തകർക്കാൻ ശ്രമിച്ചതുപോലെ ഈ ശത്രുവായിരിക്കുന്ന സാത്താൻ ദൈവസഭയെ തകർക്കുവാൻ, ദൈവമക്കളെ തകർക്കുവാൻ, ദൈവദാസന്മാരെ തകർക്കുവാൻ, ദൈവത്തിന്റെ വേലയെ തകർക്കുവാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ശത്രുവാണ്. പ്രിയപ്പെട്ടവരെ, നാം യേശു അവനെ ജയിച്ചതുപോലെ നമ്മളും ജയിക്കണം. പ്രാർത്ഥനയിൽ ജയിക്കണം, വിശ്വാസത്തിൽ ജയിക്കണം, വചന ധ്യാനത്തിലൂടെ നമ്മൾ ജയിക്കണം. അവനെ ജയിക്കുവാൻ നമുക്ക് കഴിയും. ഇപ്പോഴും ആളുകൾക്ക് യേശുവിനെക്കാളും പേടി ആരാണ്? ദൈവസഭയിലുള്ളവരുടെ കാര്യം പോലും ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. പല ദൈവദാസന്മാരും ദൈവമക്കളും ദൈവത്തെക്കാളും ഭയപ്പെടുന്നത് പിശാചിനെയാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ 2 വീട്ടിൽ പോയി സുവിശേഷം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പരസ്യോത്തിന് പോയി, വീട്ടിൽ വന്ന ശേഷം ചില പ്രതികൂലങ്ങൾ, വീട്ടിൽ ചില രോഗങ്ങൾ, ചില അസ്വസ്ഥതകൾ, ഉടനെ ഈ ദൈവദാസന്മാർ ദൈവമക്കളൊക്കെ പറയും, ആ വീട്ടിൽ പോയി സുവിശേഷം പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ബന്ധനം വന്ന് കയറിയതാണ്, പോരാട്ടം വന്ന് കയറിയതാണ്. ഞാൻ പറയട്ടെ, നമ്മൾ പാപികളുടെ വീട്ടിൽ സുവിശേഷം പറയാൻ പോകണം എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, യേശുവാണ്. ലോകത്തെല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കണം എന്ന് പറഞ്ഞത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ കൽപ്പന ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ സുവിശേഷ വേല ചെയ്തിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്, സുവിശേഷം പറഞ്ഞിട്ട്, നമുക്ക് എന്തെങ്കിലും പനിയോ അസ്വസ്ഥതയോ ചില നഷ്ടങ്ങളോ വന്നു കഴിയുമ്പോൾ
ദൈവത്തെക്കാളും പ്രധാനപ്പെട്ട സ്ഥാനം പിശാചിന് കൊടുക്കുന്നുവെങ്കിൽ പിന്നെ നമ്മൾ ഈ വിശ്വാസത്തിൽ തുടരുന്നുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. പല ദൈവദാസന്മാർക്കും ഞാൻ അവരോടല്ല സ്നേഹത്തോട് പറയാം, നിങ്ങൾ അങ്ങനെ പറയരുത്. പിശാചിനെ വലുതാക്കി പറയരുത്. അവൻ തോറ്റ ശത്രുവാണ്. അങ്ങനെയല്ല വചനം പറയുന്നത്. കർത്താവ് കാൽവരി കുരിശിൽ അവന്റെ ആയുധവർഗങ്ങളെല്ലാം പിടിച്ചു വാങ്ങി അവനെ പരാജയപ്പെടുത്തി അവനെ പരസ്യക്കൊലമാക്കി കളഞ്ഞു. അങ്ങനെയൊരു ശത്രുവാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ ശത്രുവിന് ഒരു പ്രാധാന്യവും നമ്മൾ കൊടുക്കരുത്. അതാണ് ഈ എബ്രായ ലേഖനത്തിൽ പറയുന്നത്. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ കർത്താവ് തന്റെ മരണം കൊണ്ട് അവനെ നീക്കിക്കളഞ്ഞു, അവനെ പരാജയപ്പെടുത്തി കളഞ്ഞു, അവനെ സമ്പൂർണമായി നിലംപരിചാക്കി കളഞ്ഞു. അങ്ങനെ ഒരു ശത്രുവാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ സാത്താനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. വലിയവനായ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞങ്ങൾ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നൊരു ചെയ്ത ക്രിസ്തു ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനു പേടിക്കണം? അപ്പോൾ മനുഷ്യന്റെ, ക്രിസ്തുവിന്റെ, ദൈവസഭയുടെ ഒന്നാമത്തെ ശത്രു ആരാ? സാത്താനാണ്. ആ സാത്താനെ പേടിക്കേണ്ട ആവശ്യമില്ല.